Good morning, dear students. നമ്മൾ നാഷണാലിസം ഇൻ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് ഇമ്പാക്റ്റ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഐഡിയ ഓഫ് സത്യാഗ്രഹ ഡിസ്കസ് ചെയ്തു. റൗലക്ട് ആക്ട് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ കോപ്പറേഷൻ ആണ്. പിന്നെ ഗാന്ധിജിയുടെ ഫേമസ് ബുക്ക് ഹിന്ദ് സ്വരാജ് declared British rule was established in India with the cooperation of Indians and had survived only because of this cooperation. If Indians refused to cooperate, British rule in India would collapse within the year and Swaraj would come. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ എന്തുകൊണ്ടാണ് റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്ന് വെച്ചാൽ അവരുടെ ഇന്ത്യക്കാർ അവരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെ ഒബേ ചെയ്തിട്ട് അവരെ കോപ്പറേറ്റ് ചെയ്തിട്ടാണ്. അപ്പം നോൺ കോപ്പറേറ്റ് ടു ദ ബ്രിട്ടീഷേഴ്സ് അതായിരുന്നു പോളിസി. ഓക്കെ, ഹൗ കുഡ് നോൺ കോപ്പറേഷൻ become a movement? And Gandhiji proposed that movement should unfold this in stages. ഓക്കെ, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് ഓരോ പ്രോഗ്രാമും കണ്ടക്ട് ചെയ്യേണ്ടത്. അതിലാദ്യമായിട്ട് ഗാന്ധിജി പറഞ്ഞത് എന്താണ്? സറണ്ടർ ഓൾ ദി ടൈറ്റിൽസ് ദാറ്റ് ദ ഗവൺമെൻറ് അവാർഡഡ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് അവാർഡ് ചെയ്ത എല്ലാ ടൈറ്റിൽസും തിരിച്ച് സറണ്ടർ ചെയ്യണം. ഓക്കെ, ആൻഡ് ബോയ്ക്കോട്ട് സിവിൽ സർവീസസ്, ആർമി, പോലീസ്, കോർട്സ്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, സ്കൂൾസ്, ഫോറിൻ ഗുഡ്സ്, ഇതൊക്കെ ബഹിഷ്കരിക്കണം, ഇതൊക്കെ വേണ്ടാന്ന് വെക്കണം. അതാണ് പിന്നെ അടുത്തതായിട്ട് ഗാന്ധിജി പറയുന്നത്. ഓക്കെ, ദെൻ ഇൻ കേസ് ഓഫ് government used repression, a full independence campaign would be launched. So ഗാന്ധിജിക്ക് എല്ലാവിധ സപ്പോർട്ടും ബാക്കിയുള്ള ലീഡേഴ്സിൽ നിന്നും കിട്ടിയിരുന്നു. Many within the Congress were however concerned about the proposals. They were reluctant to boycott the council elections scheduled for November 1920 and they feared that movement might lead a popular violence. In the months between September and December, there was an intensive tussle with the Congress. Okay, so there is a confusion among the people, among the leaders. ഇഫ് അവർ ബോയ്ക്കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ചെയ്യാൻ അനുയോജിക്കുന്നവരും അല്ലാതെയും ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. സോ അവിടെ ഒരു കോൺഗ്രസിൻ്റെ ഇടയിൽ തന്നെ ഒരു ആശയക്കുഴപ്പമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഫൈനലി ദ കോൺഗ്രസ് സെഷൻ, അങ്ങനെ കോൺഗ്രസ് സെഷൻ അറ്റ് നാഗ്പൂർ ഇൻ ഡിസംബർ 1920 a compromise was worked out and non-cooperation program was adopted. അങ്ങനെ 1920 നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ബൈ ദ നാഗ്പൂർ സെഷൻ 1920 കൂടിയിട്ടാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഓൾസോ യു ഹാവ് ടു കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. നൗ നെക്സ്റ്റ് വി ക്യാൻ സീ ദാറ്റ് ഡിഫറെൻറ്റ് സ്റ്റാൻസ് വിത്തിൻ ദ മൂവ്മെൻറ്റ്. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് സ്റ്റാൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. മൂവ്മെൻറ്റ് ഇൻ ദ ടൗൺസ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. മൂവ്മെൻറ്റ് ഇൻ ദ ടൗൺസും അതേപോലെ തന്നെ വില്ലേജ് ഏരിയാസും ഉള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. റിബല്യൻ ഇൻ ദ കൺട്രി സൈഡ് എന്ന് പറഞ്ഞിട്ട്, കൺട്രി സൈഡിൽ അവാദ്, ആസാം, അതേപോലെ തന്നെ പിന്നെ ആന്ധ്രാപ്രദേശ്, അങ്ങനെ 3 പ്ലേസസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് കൺട്രി സൈഡിനെക്കാട്ടും മുന്നേ നമ്മൾ പഠിക്കുന്നത് ടൗൺസ് ആണ്. അപ്പോൾ ടൗൺസിൽ എങ്ങനെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നടന്നത് എന്നുള്ളത് നോക്കാം. ആസ് യു ഓൾ നോ, thousands of students left government controlled schools and colleges, headmasters and teachers resigned, lawyers gave up their legal practices. Okay, and the council elections were boycotted in most provinces except Madras, where the Justice Party, the party of non-Brahmins, felt that entering the council was the one way of gaining some power and something that usually only Brahmins had access to. അപ്പോൾ ചിലർ എന്താ വിചാരിച്ചത്, ബോയ്ക്കോട്ട് ദ കൗൺസിൽ എന്ന് പറയുമ്പോൾ ആ കൗൺസിൽ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് അറിയാണ്ടായിപ്പോവും. അപ്പോൾ നമ്മുടെ പവർ നഷ്ടപ്പെടും. സോ ബ്രാഹ്മൺസ് എന്ത് കരുതി, ദേ ഹാവ് ടു ബി ദർ ഇൻ ദ കൗൺസിൽസ്. ഓക്കെ, ബട്ട് ദ അതേഴ്സ് എന്തൊക്കെയാണ്, ടീച്ചേഴ്സ്, അതേപോലെ തന്നെ ഹെഡ് മാസ്റ്റേഴ്സ്, ഓൾ അതേഴ്സ് ബോയ്ക്കോട്ടഡ്. Then next you can see that the effects of non-cooperation movement on the economic front were more dramatic. Foreign goods were boycotted. Liquor shops were picketed. Foreign clothes burned in huge bonfires. The import of the foreign cloth was halved.
ക്ലോത്ത് ഹാവ്ഡ് ബിറ്റ്വീൻ 1921 ആൻഡ് 22. അപ്പോൾ ഫോറിൻ ഗുഡ്സ് ഇനി വേണ്ട എന്നുള്ളൊരു ഒരു സ്ഥിതിയിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇമ്പോർട്ട് 1 ഇയർ കൊണ്ട് ഹാഫായിട്ട് കുറയുകയും ചെയ്തു. ഓക്കെ, സോ ഇവിടെ ബോയ്ക്കോട്ട് ചെയ്തു, ഫോറിൻ ഗുഡ്സ് ബോയ്ക്കോട്ട് ചെയ്തു, ഷോപ്സ് പിക്കറ്റ് ചെയ്തു. ഫോറിൻ ക്ലോത്ത് കൊണ്ടുവന്നത് തന്നെ വലിയ വലിയ കൂട്ടമായിട്ടിട്ട് കത്തിക്കുകയാണ് ചെയ്തത്. അതിന് ഇൻസ്റ്റഡ് ആയിട്ട് എന്താ ചെയ്യാൻ പറഞ്ഞത്? ബട്ട് ദിസ് മൂവ്മെൻറ്റ് ഇൻ ദ സിറ്റീസ് ഗ്രാജുവലി സ്ലോ ഡൗൺ. ബട്ട് വി കനോട്ട് സേ ദാറ്റ് ഇറ്റ് ഈസ് എ സക്സസ്. ഒരു കംപ്ലീറ്റ് സക്സസ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഗ്രാജുവലി അത് കുറഞ്ഞു വരികയാണ് ചെയ്തത്. ഖാദി ക്ലോത്ത് ആയിരുന്നു അവർ ഫോറിൻ ക്ലോത്തിന് പകരം വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ആ ക്ലോത്ത് എന്താണ്, ദാറ്റ് കോമൺ പീപ്പിൾ ഓർ പുവർ പീപ്പിൾ കനോട്ട് അഫോർഡ് ഇറ്റ്. അതിന് കൂടുതൽ വിലയുള്ളത് കൊണ്ട് ദേ കനോട്ട് അഫോർഡ് ഇറ്റ്. ദേ ആർ ഗെറ്റിംഗ് ചീപ്പ് ക്ലോത്ത് ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, ഫോറിൻ ക്ലോത്ത് ചീപ്പായിട്ട് കിട്ടാനുണ്ട്. അപ്പോൾ അവർ സ്ലോലി അതിൽ നിന്ന് മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് the another reason for the slowdown is boycott of the British institution posed a problem. The moment to be successful, alternate Indian institution had to be set up so that they could use the place of the British ones. ബ്രിട്ടീഷ് ആയത് റിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു, വേറൊരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലായിരുന്നു. അപ്പം അവരെന്താണ്, കുറേ കഴിയുമ്പം അവർ തന്നെ പിന്നെയും ബാക്ക് ടു ദ ഗവൺമെൻറ് സ്കൂൾസ് ആൻഡ് ലോയേഴ്സ് ജോയിൻ ബാക്ക് ടു ദ ഗവൺമെൻറ്. ഈ റീസൺസ് ഒക്കെ കൊണ്ടാണ് നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്ലോ ഡൗൺ ആയാൻ. അതായത് ഖാദി ക്ലോത്ത്സ് ഇറ്റ് വാസ് മോർ expensive, then they cannot, the common people cannot or poor people cannot afford it, and that is alternate Indian institution. Once they boycotted the British institution, they don't have an Indian institution to work. Okay, so that is the another reason. And the students and teachers, what happened, they back to the government schools, and lawyers also joined back to their work. So that is about the non-cooperation movement in ടൗൺസ്. ഓക്കെ, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഇൻ ടൗൺസിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പം 2 ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ ഇറ്റ് വാസ് എഫക്റ്റഡ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഇൻ ദ ടൗൺസ് ആണ് ഒരു ക്വസ്റ്റ്യൻ വരിക. ദെൻ വാട്ട് മേ ബി ദ റീസൺസ് ഫോർ ദ സ്ലോ ഡൗൺ ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വിൽ ബി ദ അനദർ ക്വസ്റ്റ്യൻ. ഓക്കെ, so dear children, we will discuss the rebellion in the countryside in the next class. Till then, stay safe. Thank you.